ഹമാസിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തലിനായി തടവുകാരെ കൈമാറ്റ ചർച്ചയ്ക്ക് വേണ്ടി പ്രതിനിധി സംഘം ദോഹയിലേക്ക് മടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഹമാസിന് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത്. തന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് മുഴുവൻ ഇസ്രായേൽ ബന്ദികളെയും വിട്ടയക്കണമെന്നാണ് ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സ്ഥിതിഗതികൾ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നതിൽ സംശയമില്ല. അത് യഥാർത്ഥത്തിൽ ഹമാസിനോ അല്ലെങ്കിൽ മറ്റാർക്കും ഗുണകരമാവുകയുമില്ല. ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. വളരെ നേരത്തെ തന്നെ അവർ ശരിക്കും തിരിച്ചെത്തേണ്ടതായിരുന്നു. അതിനാൽ ഇനിയും അധികകാലം അവർ ബന്ദികളായി തുടരില്ല. ഇസ്രായേൽ അടക്കം തന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കക്കാരും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അവരുടെ മാതാപിതാക്കൾ തന്നെ ബന്ധപ്പെടുകയും ചെയ്തു. അവരുടെ ശവശരീരമെങ്കിലും തിരിച്ചു കിട്ടുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. എനിക്ക് നിലവിൽ പറയാനുള്ളത് ഇത് മാത്രമാണ്. ചർച്ചകൾ തടസ്സപ്പെടുത്താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ താൻ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ സ്ഥിതിഗതികൾ വളരെ വഷളാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇസ്രായേലുമായി വൈകാതെ ഒപ്പിടുമെന്ന് പ്രതീക്ഷിക്കുന്ന കരാറിന്റെ ഭാഗമായി 34 ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറാണെന്ന് ഹമാസ് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ പട്ടിക ഹമാസ് കൈമാറുകയും ചെയ്തു. പക്ഷേ ഇവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന വിവരം ഹമാസ് ഇതുവരെ നൽകിയിട്ടില്ല. 2024 ജൂലൈയിൽ മധ്യസ്ഥർ വഴി ഇസ്രായേൽ കൈമാറിയിരുന്നു 34 ബന്ദികളുടെ പട്ടികയെന്നും ഹമാസ് ഉണ്ടാക്കിയതല്ലെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം ഹമാസ് നിലവിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ നൽകിയ പട്ടികയിൽ 34 പേരെ ബന്ദി മോചന കരാറിന്റെ ആദ്യഘട്ടമായി വിട്ടയക്കാൻ തീരുമാനിച്ചെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഗാസയിൽ ബന്ദികളാക്കിയിരുന്ന എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും രോഗികളെയും അടക്കം എല്ലാവരെയും ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കണം. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ കടന്നുകയറിയ ഹമാസ് 251 പേരെയായിരുന്നു ബന്ദികളാക്കി ഗാസയിലേക്ക് പ്രധാനമായും കൊണ്ടുപോയിരുന്നത്. ഇതിൽ 80 പേരെ 2023 നവംബറിലുണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമായും വിട്ടയച്ചിരുന്നതും. 240 പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുകയുണ്ടായി. ബാക്കി 96 പേർ ഗാസയിൽ നിലനിൽക്കുന്നുണ്ട്. 34 ബന്ദികൾ മരിച്ചെന്നായിരുന്നു ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരുന്നത്. വെടിനിർത്തൽ കരാർ ഉടൻ ഉണ്ടാകുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ തിങ്കളാഴ്ച വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ ജനുവരി 20 ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമേ ഇതുണ്ടാകാൻ ഇടയുള്ളൂവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. 15 മാസം പിന്നിട്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ 45,805 പേരാണ് മരിച്ചിരുന്നത്. മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലുകാർക്കെതിരെ തിങ്കളാഴ്ചയുണ്ടായ വെടിവയ്പിൽ 3 പേർ കൂടി മരിക്കുകയുണ്ടായി. 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പാലസ്തീൻ ഗ്രാമമായ അൽ ഫുണ്ടൂഖിലായിരുന്നു പ്രധാനമായും വെടിവയ്പുണ്ടായത്. അക്രമികൾക്കായി തിരച്ചിൽ നടത്തുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം വെസ്റ്റ് ബാങ്കിൽ ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ കൂടുകയാണ് ചെയ്തത്.